ആക്ഷൻ ഹീറോ മനോജ്. സാറേ ഇതാണ് ആ രക്ഷകൻ, സബ് ഇൻസ്പെക്ടർ മനോജ്. കൊല്ലം ചടയമംഗലം പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI ആണ് FR മനോജ്. ഇന്ന് സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഇദ്ദേഹത്തിന്റെ ആ സമയബന്ധിതമായ സംയോജിതമായ ഇടപെടൽ കൊണ്ട് ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിച്ചതിനുള്ള ആശംസാ പ്രവാഹമാണ്. ഇന്ന് പുലർച്ചെയാണ് SI മനോജും ഹോംഗാർഡ് ജ്യോതിയും ചേർന്ന് 17 വയസ്സുള്ള ആത്മഹത്യക്ക് ശ്രമിച്ച പെൺകുട്ടിയുടെ ജീവൻ രക്ഷിച്ചത്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനെ ചൊല്ലി അമ്മയുമായി ഉണ്ടായ തർക്കത്തിനൊടുവിലാണ് അയ്യൂർ സ്വദേശിനിയായ പെൺകുട്ടി മുറിക്കുള്ളിൽ കയറി കഴിഞ്ഞ ദിവസം വാതിലടച്ചത്. മുട്ടി വിളിച്ചിട്ടും വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് പരിഭ്രാന്തരായ വീട്ടുകാർ പുലർച്ചെ ഏതാണ്ട് 4 മണിയോടുകൂടി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ സ്ഥലത്തെത്തിയ SI മനോജും ഹോംഗാർഡ് ജ്യോതിയും കുട്ടിയോട് സംസാരിക്കുവാൻ ശ്രമിച്ചു. സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് മുറിക്കുള്ളിൽ നിന്ന് എന്തോ തട്ടിമറിയുന്ന ശബ്ദം കേട്ടതോടെ അവർ ഗ്ലാസ് തകർത്ത് ടോർച്ചടിച്ചു നോക്കിയപ്പോഴാണ് കുട്ടി ഫാനിൽ തൂങ്ങി നിൽക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ അവർ വാതിൽ പൊളിച്ച് അകത്ത് കയറി കുട്ടിയെ കെട്ടറുത്ത് താഴെ ഇറക്കി. ശ്വാസോച്ഛ്വാസം നിലച്ച് പൾസില്ലാതെ അബോധാവസ്ഥയിലായിരുന്ന പെൺകുട്ടിക്ക് SI മനോജ് തുടർച്ചയായി 7 മിനിറ്റോളം CPR നൽകുകയുണ്ടായി. തുടർച്ചയായി CPR ലഭിച്ചതോടെ കുട്ടിയുടെ ഹൃദയമിടിപ്പ് വീണ്ടെടുക്കുവാനും ശ്വാസോച്ഛ്വാസം പൂർവ്വസ്ഥിതിയിലാക്കുവാനും സാധിച്ചു. ഉടൻ തന്നെ അവർ പെൺകുട്ടിയെ പോലീസ് വാഹനത്തിൽ തന്നെ അഞ്ചലിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. കൃത്യസമയത്ത് ആ കുട്ടിക്ക് CPR നൽകുവാൻ സാധിച്ചത് കൊണ്ട് മാത്രമാണ് ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കുവാൻ സാധിച്ചത്. കുട്ടി ഇപ്പോൾ അപകടനില തരണം ചെയ്യുകയും സുഖം പ്രാപിച്ചു വരുന്നു എന്നുമാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. SI മനോജ് കുട്ടിക്ക് CPR നൽകുന്ന ആ ദൃശ്യം സ്റ്റേറ്റ് പോലീസ് മീഡിയ സെന്റർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. സാറേ സാറേ സംയോജിതവും ധീരവുമായ ഈ ഇടപെടലിലൂടെ പെൺകുട്ടിക്ക് പുനർജന്മം നൽകിയ SI മനോജിനെയും ഹോംഗാർഡ് ജ്യോതിയെയും സംസ്ഥാന പോലീസ് മേധാവി രവദ ചന്ദ്രശേഖർ സർട്ടിഫിക്കറ്റ് നൽകി ആദരിച്ചു. സോഷ്യൽ മീഡിയയിൽ അടക്കം ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. കൊല്ലം വെളിയം സ്വദേശിയാണ് SI മനോജ്. ഈ പോലീസ് ഉദ്യോഗസ്ഥന് കൃത്യമായി CPR നൽകുവാൻ അറിയാമായിരുന്നത് കൊണ്ട് മാത്രമാണ് ഈ പെൺകുട്ടിയെ രക്ഷിക്കുവാൻ സാധിച്ചത്. ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടും പോലീസ് മേധാവിയോടും ഞങ്ങൾക്കുള്ള അഭ്യർത്ഥന എന്ന് പറയുന്നത് സകല പോലീസ് ഉദ്യോഗസ്ഥർക്കും CPR പരിശീലനം നൽകണം എന്നാണ്. CPRന് ജീവന്റെ വില ഉണ്ടെന്ന് മനസ്സിലാക്കിയാണ് i2i ന്യൂസ് മൈ ചർച്ചിന്റെയും മലയാള മനോരമയുടെയും മണിപ്പാൽ ഹോസ്പിറ്റൽസിന്റെയും ICMEയുടെയും ഒക്കെ സഹായത്തോടെ റിവൈവ് ദെയർ ഹോപ്പ് എന്ന സൗജന്യ CPR പരിശീലന പദ്ധതി ആരംഭിച്ചത്. CPR പഠിച്ചിരിക്കുന്നത് ആർക്കും എപ്പോൾ വേണമെങ്കിലും അത് പ്രയോജനപ്പെടാം. അതുകൊണ്ട് സകല ജനങ്ങളിലേക്കും പ്രായഭേദമന്യേ CPR പരിശീലനം നൽകണം എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇതൊക്കെ പാഠ്യപദ്ധതിയിലും ഉൾപ്പെടുത്തുക തന്നെ വേണം. i2i ന്യൂസ്, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.